أعوذ بالله من الشيطان الرجيم فاصبر على ما يقولون وسبح بحمد ربك قبل طلوع الشمس وقبل غروبها ومن آناء الليل فسبح وأطراف النهار لعلك ترضى ولا تمدن عينيك إلى ما متعنا به أزواجا منهم زهرة الحياة الدنيا لنفتنهم فيه ورزق ربك خير وأبقى. സൂറത്ത് ത്വാഹ 131 ആയത്തുകളാണ്. അവരുടെ ആരോപണങ്ങളൊക്കെ താങ്കൾ ക്ഷമിക്കുക, നിന്റെ രക്ഷിതാവിൻ്റെ സ്തുതി പ്രകീർത്തിക്കുക. സൂര്യോദയത്തിനു മുമ്പും അസ്തമയത്തിനു മുമ്പും രാത്രികാലങ്ങളിലും പകലിൻ്റെ അറ്റങ്ങളിലും അത് നിനക്ക് സംതൃപ്തി പകരുന്നതായിരിക്കും. ഇവിടെ പലതരം ആളുകൾക്ക് ദുനിയാവിലെ ജീവിതത്തിൽ പകിട്ടായി നാം നൽകിയ വിഭവങ്ങളിൽ നീ കണ്ണും നട്ടിരിക്കരുത്. അതിലൂടെ നാം അവരെ പരീക്ഷിക്കുകയാണ്. നിന്റെ നാഥൻ നിനക്ക് നൽകിയ വിഭവമാണ് എന്നെന്നും നിലനിൽക്കുന്നതും വിശിഷ്ടമായതും. ശത്രുക്കൾ ഇസ്ലാമിനും വിശുദ്ധ ഖുർആനും നബിചര്യക്കും എതിരിൽ തൊടുത്തുവിടുന്ന വിമർശനങ്ങളും പരിഹാസങ്ങളും ആരോപണങ്ങളൊക്കെ കാണുമ്പോഴത് അത് ക്ഷമയോടെ നേരിടുകയാണ് വേണ്ടത്. അങ്ങനെ ചെയ്യുന്ന ആളുകളോട് അക്രമം കാണിക്കുവാനോ അവർക്കെതിരിൽ ആയുധമെടുക്കാനോ ഇസ്ലാം അനുവദിക്കുന്നില്ല. മറിച്ച് ക്ഷമിക്കാനും സഹിക്കാനുമുള്ള കഴിവ് നേടുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്നും അള്ളാഹു വിശ്വാസികളോട് ഉപദേശിക്കുന്നുണ്ട്. റബ്ബന അഫ്രിഗ് അലൈന സബറൻ വ സബ്ബിത് അഖ്ദാമന, നാഥ ഞങ്ങൾക്ക് സഹനശക്തി പ്രദാനം ചെയ്യണമേ, ഞങ്ങളുടെ പാദങ്ങൾ ഉറപ്പിച്ചു നിർത്തണമേ. റബ്ബന അഫ്രിഗ് അലൈന സബറൻ വ സബ്ബിത് അഖ്ദാമന, അതേപോലുള്ള പ്രാർത്ഥനകൾ വേറെയും ഖുർആനിലുണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കണമെങ്കിൽ ക്ഷമ അനിവാര്യമാണെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. വസ്തഈനു ബിസ്സബ്രി വസ്സലാ ഇന്നല്ലാഹ മഅസ്സാബിരീൻ. നമസ്കാരത്തിലൂടെയും ക്ഷമയിലൂടെയും അള്ളാഹുവിൻ്റെ സഹായം തേടുക. തീർച്ചയായും സഹനശീലരോടൊപ്പമാണ് അള്ളാഹു. തുടർന്ന് പറയുന്നത് ഹംദും തസ്ബീഹും, അതായത് സ്തുതിയും പ്രകീർത്തനങ്ങളും നടത്തുവാൻ വേണ്ടിയാണ്. അപ്പം നമസ്കാരത്തിൽ പ്രധാനമായിട്ടും ഉള്ളത് ഹംദും തസ്ബീഹും തന്നെയാണല്ലോ. അതിന് കൃത്യമായ ആ നമസ്കാരങ്ങൾക്ക് കൃത്യമായ സമയങ്ങളുമുണ്ട്. ആ സമയത്തെക്കുറിച്ച് വിവരിക്കുകയാണ് ഇവിടെ. ഇപ്പോൾ സൂറത്ത് ഹൂദിലും സൂറത്ത് ഇസ്രായിലുമൊക്കെ നമസ്കാര സമയത്തെക്കുറിച്ച് ഇതേപോലെ പറഞ്ഞിട്ടുണ്ട്. സൂര്യോദയത്തിന് മുമ്പും സൂര്യാസ്തമനത്തിന് മുമ്പുമുള്ള നമസ്കാരങ്ങളാണ് സുബ്ഹ് മുതൽ മഗ്രിബ് വരെയുള്ള നിസ്കാരങ്ങൾ. രാത്രി നിസ്കാരങ്ങളാണ് ഇശാവും അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഐച്ഛിക കർമ്മമായ തഹജ്ജുദ് നമസ്കാരവും. പ്രത്യേകിച്ചും പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ അള്ളാഹുവിൻ്റെ സഹായവും ക്ഷമയും അതുപോലെ തന്നെ സഹനവും ഒക്കെ കരസ്ഥമാകണമെങ്കിൽ തഹജ്ജുദ് നിസ്കാരവും അനിവാര്യമാണ്. സമൂഹത്തിൽ തന്നേക്കാൾ ഉയർന്ന നിലവാരത്തിൽ ജീവിക്കുന്നവരെ കാണുമ്പോൾ ചിലർക്ക് അസൂയയും കണ്ണുകടിയൊക്കെ ഉണ്ടാകുക സ്വാഭാവികമാണല്ലോ. പക്ഷെ ഒരു സത്യവിശ്വാസിയിൽ ഒരിക്കലും ആ സ്വഭാവം ഉണ്ടാകാൻ പാടില്ല. തനിക്ക് അള്ളാഹു നൽകിയതെന്തോ അതിൽ തൃപ്തി അടയുകയാണ് വേണ്ടത്. സമ്പത്തും സന്താനങ്ങളുമൊക്കെ ദൈവത്തിൻ്റെ ഒരു പരീക്ഷണമാണെന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഇന്നമാ അംവാലുക്കും ഔലാദുക്കും ഫിത്ന, തീർച്ചയായും നിങ്ങളുടെ സമ്പത്തും സന്താനങ്ങളൊക്കെ ഒരു പരീക്ഷണമാണ്. അവയുടെ സമ്പത്തിൻ്റെയൊക്കെ സമ്പാദ്യവും അതുപോലെ അതിൻ്റെ വിനിയോഗവും ഒക്കെ നല്ല മാർഗത്തിലൂടെ അല്ലെങ്കിൽ പിന്നീട് ഭാവിയിൽ
അത് വിനയായി ഭവിക്കും എന്നും ഖുർആൻ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്.